തൊട്ട് മുമ്പുള്ള ആയത്തിലൊക്കെ വദ്കുരിസ്മി റബ്ബിക്ക ബുഖ്റത്തം വ അസീല എന്ന പ്രയോഗമുണ്ട്. എപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുക. ബുഖ്റത്തൻ വ അസീല എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്നാണ് അതിൻ്റെ വാക്കർത്ഥം. പക്ഷേ പ്രഭാതം പ്രദോഷം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാപ്പകൽ എപ്പോഴും സദാസമയം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ട് ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നു. ഈ പഠനവും ഒരു ദിക്റാണ്. നമസ്കാരം മാത്രമല്ല ദിക്ർ. അതുപോലെ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് നാം ചെയ്യുന്ന ഏതൊരു കർമ്മവും ദിക്റാണ്. അപ്പോൾ ബുഖ്റത്തൻ വ അസീല എന്ന് പറയുമ്പോൾ എപ്പോഴും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ട് ജീവിക്കലാണ് അവിടെ ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ആയത്ത് 26-ാമത്തെ ആയത്തിൽ വ മിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ തവീല. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഈ ഒരു പ്രയോഗം. വ മിനൽ ലൈലി, എന്താ ലൈൽ എന്ന് പറഞ്ഞ അർത്ഥം രാത്രി അല്ലേ? വ മിനൽ ലൈലി, രാത്രിയിൽ, ഫസ്ജുദ്, നീ സുജൂദ് ചെയ്യുക, ലഹു, അവനു വേണ്ടി, വസബ്ബിഹു, അവനെ പരിശുദ്ധമാക്കി പുകഴ്ത്തുക, ലൈലൻ, രാത്രിയിൽ, ത്വവീല, നീണ്ട, നീണ്ട എന്ന് പറഞ്ഞാൽ ഒരുപാട്, ത്വവീൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ പദാനുപദാർത്ഥം നീണ്ടത് എന്നാണ്. ഞാൻ ഒന്നുകൂടി അർത്ഥം പറയാം. വ മിനൽ ലൈലി, രാത്രിയിൽ, ഫസ്ജുദ്, നീ സുജൂദ് ചെയ്യുക. ഫ എന്ന് പറയുമ്പോൾ അതുകൊണ്ട്, പിന്നെ ഉസ്ജുദ് എന്ന് പറഞ്ഞാൽ നീ സുജൂദ് ചെയ്യുക, ലഹു, അവനു വേണ്ടി, വസബ്ബിഹു, സബ്ബിഹ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക എന്ന അർത്ഥം. അപ്പോൾ കുറച്ചുകൂടി അർത്ഥം പറയുമ്പോൾ അവനെ പരിശുദ്ധമാക്കി പുകഴ്ത്തുക, അങ്ങനെ അർത്ഥം പറയാം. ലൈലൻ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ, ത്വവീല എന്ന് പറഞ്ഞാൽ നീണ്ടത് എന്നതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം ഒന്നിച്ചു പറയുമ്പോൾ ഇപ്രകാരം വരും. ഒന്നിച്ചു പറയുമ്പോൾ രാത്രിയിലും അവനു വേണ്ടി സുജൂദ് ചെയ്യുക, രാവിൽ നീണ്ട നേരം അവനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നബിയോട് അള്ളാഹ് കൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നു. നിങ്ങൾക്കത് അറിയുമായിരിക്കും. നബി വഫാത്താകുന്നത് വരെ രാത്രിയിൽ 11 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു. അതിനെന്താ പേര് പറയുന്നത്? ഖിയാമുൽ ലൈൽ എന്ന് പറയും, അല്ലെങ്കിൽ തഹജ്ജുദ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ തറാവിയഹ് എന്ന് പറയും. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് നിർബന്ധമായിരുന്നു. നമുക്ക് ഫർള് നമസ്കാരങ്ങളൊക്കെ നിർബന്ധമായതുപോലെ 11 റക്അത്ത് രാത്രിയിൽ നമസ്കരിക്കൽ, ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ
ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 3 മണിക്കോ അല്ലെങ്കിൽ 2 മണി ആ സമയത്തൊക്കെ എഴുന്നേറ്റ് ദീർഘമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് 11 റക്അത്ത്. ഇപ്പോൾ അതിലൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങൾ പറയുന്നത് ഒരു റക്അത്തിൽ തന്നെ സൂറത്ത് ബക്കറ മുഴുവൻ പ്രവാചകൻ പാരായണം ചെയ്യുമായിരുന്നു എന്നാണ്. ഒരു റക്അത്തിൽ തന്നെ ബക്കറ മൊത്തം പാരായണം ചെയ്ത് തീർക്കാനായിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും വേണ്ടിവരും. അങ്ങനെ കാലിൽ നീര് വന്ന് വീർക്കുവോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. അത് നബിക്ക് നിർബന്ധമായിരുന്നു. അതാണ് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത്. ഖിയാമുൽ ലൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം രാത്രിയുള്ള നിന്ന് നമസ്കാരം എന്നാണ്. ഖിയാമുൽ ലൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം. തഹജ്ജുദ് എന്നും അതിന് പേരുണ്ട്. തഹജ്ജുദ് എന്ന് പറഞ്ഞാലും അതാണ് അർത്ഥം. ഈ രാത്രിയുള്ള ദീർഘമായ നമസ്കാരത്തിനാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. പിന്നെ തറാവീഹ് നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. തറാവീഹ് എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം വിശ്രമം എന്നാണ്. 2 റക്അത്ത് കഴിഞ്ഞിട്ട് ദീർഘനേരം വിശ്രമിക്കുന്നു. അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. അങ്ങനെ 11 റക്അത്ത് നമസ്കരിക്കുന്നവരുണ്ട്, 23 നമസ്കരിക്കുന്നവരുണ്ട്, 40, 30, 33 ഒക്കെ അങ്ങനെ പല സ്ഥലങ്ങളിൽ പല മദ്ഹബുകളിൽ പല അഭിപ്രായങ്ങളുണ്ട്. നമസ്കരിക്കുന്നവരുണ്ട്. അത് തറാവീഹാണ്. അത് റമദാൻ മാസത്തിൽ നമ്മളൊക്കെയും സുന്നത്തായിട്ട്, പ്രത്യേകമായ സുന്നത്തായിട്ട് നമസ്കരിക്കാറുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം കൽപ്പിച്ചത് സത്യവിശ്വാസികളായ നമുക്ക് പ്രബലമായ സുന്നത്താണ്. നമുക്കത് നിർബന്ധമല്ല. പക്ഷേ നബിക്കത് നിർബന്ധമായിരുന്നു. നമുക്ക് പ്രബലമായ സുന്നത്താണ്. നബിയോട് അള്ളാഹു എന്തിനാണ് ഇപ്രകാരം കൽപ്പിച്ചത്? നമസ്കരിക്കാനായിട്ട് രാത്രി എഴുന്നേറ്റ് ഇരുന്ന് കുറച്ചുറങ്ങിയാൽ മതി. വേറെ നമ്മൾ പഠിച്ചൊരു സൂറയുണ്ടല്ലോ, കുറച്ചുറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സൂറ ഏതാ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല അല്ലേ? മുസമ്മിൽ. അതെ. അതിൽ കുറച്ചുറങ്ങിയാൽ മതി. ഖുമിൽ ലൈല ഇല്ലാ ഖലീല അല്ലേ, നിസ്ഫഹു അവിൻ ഖുസ് മിൻഹു ഖലീല എന്നൊക്കെ പറഞ്ഞ ആയത്തുണ്ട്. അപ്പോൾ കുറച്ചുറങ്ങിയാൽ മതി റസൂലെ. ഒരുപാട് സമയം പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടാൻ പറയുന്നുണ്ട്. നമുക്ക് സുന്നത്താണ് ഈ സംഗതി. പ്രബലമായ സുന്നത്താണ് നമുക്ക്. സുന്നത്ത് എന്ന് പറയുമ്പോൾ കേവലം ഒരു സുന്നത്തല്ല, പ്രബലമായ സുന്നത്താണ്. എല്ലാ സത്യവിശ്വാസികളും ഒരു 3 റക്അത്തെങ്കിലും രാത്രിയിൽ നമസ്കരിക്കണം എന്നാണ് അഭിപ്രായം. അതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം കിട്ടുക? ഇപ്പോൾ നബിയോട് പറയുമ്പോൾ സത്യനിഷേധികൾക്കെതിരെ ക്ഷമയും സ്ഥൈര്യവും കൈക്കൊള്ളാൻ ഈ ഒരു രാത്രിയുള്ള ഈ ഒരു നമസ്കാരം കൊണ്ട് സാധിക്കും. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് സത്യനിഷേധികൾ നബിയെ ആക്ഷേപിക്കുന്നു, പരിഹസിക്കുന്നു. അതിലൊക്കെ നബിക്കൊരു ധൈര്യം, സ്ഥൈര്യം, ക്ഷമ ഇത് പ്രവാചകർക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് കിട്ടാനായിട്ട് രാത്രിയുള്ള നമസ്കാരം കൊണ്ട് സാധിക്കും. എല്ലാ നമസ്കാരം കൊണ്ടും സാധിക്കും. പക്ഷേ രാത്രിയുള്ള സമയം അള്ളാഹുവുമായിട്ട് ഈ ഒരു ബന്ധം സ്ഥാപിച്ചാൽ നമുക്ക് അനേകം ഗുണങ്ങളാണ് കിട്ടുക. അത് നിസ്കരിക്കേണ്ട പോലെ നിസ്കരിക്കണം കേട്ടോ. വെറുതെ ഒരു കാട്ടിക്കൂട്ടലാകരുത്. വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിലും രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സാധിക്കാത്തവർ, രാത്രി എഴുന്നേൽക്കാനോ നിസ്കരിക്കാനോ സാധിക്കാത്തവർ 3 റക്അത്ത് വിത്തർ നമസ്കരിച്ചിട്ടെങ്കിലും കിടന്നുറങ്ങണം.
സാധിക്കുന്നവർ വിത്തർ നമസ്കാരം തഹജ്ജുദിൻ്റെ സമയത്താക്കി കിടന്നുറങ്ങണം. ഇശ നമസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് ഇശ നമസ്കാരത്തിൻ്റെ റവാത്തീബ് സുന്നത്തൊക്കെ നമസ്കരിച്ചിട്ട് കിടന്നുറങ്ങി രാത്രി തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് കഴിഞ്ഞിട്ട് വിത്തറും കൂടി നമസ്കരിച്ച് അത് പൂർത്തിയാക്കണം. രാത്രി എഴുന്നേറ്റ് അള്ളാനെ ധാരാളമായിട്ട് സ്തുതിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വസബ്ബിഹൂ ലൈലൻ ത്വവീല എന്നാണ് വാക്ക്. നീണ്ട സമയം, നീണ്ട രാത്രി അള്ളാനെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. നീണ്ട സമയം. അപ്പോൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദീർഘനേരം വിശുദ്ധ ഖുർആൻ പഠനം, വെറുതെ പാരായണമല്ല, അത് പഠിക്കലും ചർച്ച ചെയ്യലും മനഃപ്പാഠമാക്കലും അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിരിക്കലും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് സാധിക്കില്ലെങ്കിൽ ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അങ്ങനെ ദിക്റുകൾ, പ്രാർത്ഥനകൾ ഒക്കെയായിട്ട് കഴിച്ചുകൂട്ടുക. ഇത് മനസ്സിനെ ബലപ്പെടുത്തും. മനസ്സിൻ്റെ അസ്വസ്ഥതകളെ മാറ്റി നമുക്ക് ക്ഷമയും സ്ഥൈര്യവും പ്രദാനം ചെയ്യും. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഈ ടെൻഷൻസ്, ഇപ്പോൾ ഒരുപാട് രോഗികളാണ് ഈ മനസ്സിൻ്റെ രോഗം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈമാൻ ശരിയാകാത്തതാണ്. സത്യവിശ്വാസം, അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം, ഈ തവക്കുൽ. മിക്കവരും പറയുന്നത് ഭാവിയെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠ. മിക്കവരുടെയും ഒരു പ്രശ്നം അതാണ്, ഭാവി എന്താകും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവി പരലോകമാണ്, ഈ ലോകമല്ല. ഈ ലോകം അള്ളാഹ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. പരലോകമാണ്, അതിനെക്കുറിച്ചാണ് ഉത്കണ്ഠ ഉണ്ടാകേണ്ടത്. പക്ഷേ മിക്കവർക്കും ഉത്കണ്ഠ ഉണ്ടാകുന്നത് മക്കളെക്കുറിച്ച് ഓർത്തിട്ട്, പിന്നെ ഭാവി എന്താകും ഈ ലോകത്ത്, നാളെയെക്കുറിച്ച് ഓർത്തിട്ട്. നാളെ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പരലോകത്തെ സംബന്ധിച്ചാണ് ഓർക്കേണ്ടത്. അപ്പം അതിനൊക്കെ ഒരു പരിഹാരമാണ് അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം. അള്ളാഹുവുമായിട്ട് അടുക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ് രാത്രി. അതുകൊണ്ട് പ്രിയ ഖുർആൻ പഠിതാക്കൾ ഈ ഒരു നമസ്കാരത്തെ ശീലമാക്കണം. എന്ത് തിരക്കുണ്ടെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും രാത്രി എഴുന്നേൽക്കാനും നമസ്കരിക്കാനുമൊക്കെ എനിക്കും നിങ്ങൾക്കൊക്കെ സാധിക്കണം. നിർബന്ധമല്ല, അതുകൊണ്ട് നിർബന്ധിക്കുന്നുമില്ല. പക്ഷേ നമുക്ക് സാധിക്കണം എന്ന ഒരു റിക്വസ്റ്റാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. റസൂലിന് അത് സുന്നത്തായിരുന്നു. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ എങ്ങനെ അതെ ജോലി സംബന്ധമായ പ്രയാസങ്ങളൊക്കെ ഉള്ളവർ, രാത്രി എഴുന്നേൽക്കാൻ പറ്റാത്ത രോഗങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉള്ളവർ വിത്തർ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് കടന്നുറങ്ങുക. അവർ ടെൻഷനാവേണ്ടതില്ല. നിർബന്ധമായ ഒരു നമസ്കാരമല്ല, പക്ഷേ നമസ്കരിക്കുന്നത് കൊണ്ട് ഒരുപാട് നേട്ടം നമുക്കുണ്ടായിത്തീരും. എല്ലാവരും ഒന്ന് പരിശീലിച്ചാൽ മതി. 1 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്കത് അനുഭവപ്പെടും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രാത്രി എഴുന്നേൽക്കാനും നിസ്കരിക്കാനും ഒക്കെയുള്ള ഈമാനും കരുത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. ഇന്ന ഹൗലാഇ യുഹിബ്ബൂനൽ ആജിലത വയദറൂന വറാഅഹും യൗമൻ സഖീലാ. ഇന്ന ഹൗലാഇ, തീർച്ചയായും ഈ കൂട്ടർ, ഹൗലാഇ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടർ, യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു, അൽ ആജില. ആജില എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കിട്ടുന്നത്. നേരത്തെ വന്ന വാക്കാട്ടോ ആജില. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നേരത്തെ വന്ന വാക്ക് ആജില. എവിടെയാണെന്ന് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ആജില എന്ന വാക്ക് ഈ സൂറത്ത് തന്നെയാണെന്ന് അറിയില്ല. ഖിയാമയിലുണ്ട്. ഓക്കെ, അതാണ് ആജില ഉണ്ട് അല്ലേ? അപ്പോൾ ആജില എന്ന് പറഞ്ഞാൽ വളരെ, ഞാൻ പറഞ്ഞല്ലോ,
ടെൻഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ആജില. ഇപ്പം തന്നെ കിട്ടണം, ക്ഷണികമായത്. ഇപ്പോൾ ക്ഷമിക്കാൻ തയ്യാറല്ല. അതാണ് നിങ്ങൾ ഈ കൂട്ടർ ക്ഷണികമായ ഐഹിക നേട്ടത്തെ ഇഷ്ടപ്പെടുന്നു. ദുനിയാവ് വേണ്ട എന്നല്ല ഈ പറയണത്, ദുനിയാവ് വേണം. എന്തിനാണ്? ഇവിടെ ജീവിക്കാനായിട്ട് ദുനിയാവ് ആവശ്യമുണ്ട്. പക്ഷേ അതൊരു വലിയ ടെൻഷനായിട്ട് മാറാൻ പാടില്ല. അപ്പോൾ ആജില എന്ന് പറയുമ്പോൾ ക്ഷണികമായ ഐഹിക നേട്ടത്തെ ഈ കൂട്ടർ ഇഷ്ടപ്പെടുന്നു. അവിടെ ആജില കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷണികമായ ഐഹിക നേട്ടമാണ്. വാക്കർത്ഥം പറയുമ്പോൾ വളരെ പെട്ടെന്ന് കിട്ടുന്നത് എന്നതിൻ്റെ അർത്ഥം. യദറൂന അവർ ഉപേക്ഷിക്കുന്നു, വദറ യദറു എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക, വിട്ടുകളയുന്നു. വറഅഹും അവരുടെ പിറകിൽ യൗമൻ ഒരു ദിവസത്തെ, സഖീല ഭാരമേറിയ, വളരെ ഭാരമേറിയ ഒരു ദിവസത്തെ. സഖീല എന്ന് പറഞ്ഞാൽ ഭാരമേറിയത്, സഖീൽ. യൗമ് എന്ന് പറഞ്ഞാൽ ദിവസം, സഖീല എന്ന് പറഞ്ഞാൽ ഭാരമേറിയത്, യൗമ് എന്ന് പറയുമ്പോൾ ദിവസം. ഇനി അതിൻ്റെ അർത്ഥം ഒന്നിച്ച് നോക്കാം നമുക്ക്. ഒന്നിച്ച് അർത്ഥം പറയുമ്പോൾ ഇപ്രകാരം വരും. ഈ ജനം വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനെ സ്നേഹിക്കുകയും വരാനിരിക്കുന്ന ഭാരമേറിയ നാളിനെ അവഗണിച്ച് തള്ളുകയുമാകുന്നു. ഇവിടെ വരാനിരിക്കുന്ന ഭാരമേറിയ നാള് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പരലോകമാണ്. അതിനെക്കുറിച്ച് ആർക്കും ഒരു ടെൻഷനില്ല. ടെൻഷൻ മൊത്തം ഇവിടെയാണ്, ഈ ലോകം. ഇവിടത്തെ കാര്യം ഓർത്തിട്ടാണ് എല്ലാവർക്കും പ്രശ്നം. ഈ സത്യനിഷേധികളെ കുറിച്ചാണ് ഈ പറയുന്നത്. പക്ഷെ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ സ്വഹാബിമാർക്കൊന്നും ആ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ സത്യനിഷേധികൾ അങ്ങനെയായിരുന്നു. അവർ ഈ ലോകത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് അവർക്ക് പ്രയാസം, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ. പക്ഷേ വരാനിരിക്കുന്ന നാളെ പരലോകത്ത് എന്തു പറയും? അള്ളാഹു എൻ്റെ തിന്മകളെയൊക്കെ എടുത്തിട്ട് വിചാരണ ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? എന്തുത്തരം പറയും? ആ ചിന്ത ആർക്കുമില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അസ്വസ്ഥതകളും അവൻ്റെ വേവലാതികളും അവൻ്റെ ടെൻഷൻസും അവൻ്റെ മുഖ്യമായ പ്രശ്നവും പാരത്രിക ലോകമായിട്ട് വരേണ്ടതുണ്ട്. ഈ ലോകത്തിന് രണ്ടാം സ്ഥാനമേ കൊടുക്കാവൂ. ഈ ലോകത്തെക്കുറിച്ചുള്ള ഈ ടെൻഷനാണ് പലപ്പോഴും അവനെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം. ഓക്കെ, നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. നഹ്നു ഖലഖ്നാഹും വശദദ്നാ അസ്റഹും വഇദാ ശിഅ്നാ ബദ്ദൽനാ അംസാലഹും തബ്ദീലാ. നഹ്നു തീർച്ചയായും നാം, ഖലഖ്നാഹും നാം അവരെ സൃഷ്ടിച്ചു, വശദദ്നാ അസ്റഹും, വശദദ്ന, ശദദിന ഷദീദ് എന്നൊക്കെ ആ വാക്കിൻ്റെ അർത്ഥം എന്താ? ശദദിന നാം കരുത്ത് നൽകി എന്ന അർത്ഥം. നാം കരുത്ത് നൽകി, അസ്റഹും അവരുടെ ശരീരഘടനയ്ക്ക്. ശദദിന എന്ന് പറയുമ്പോൾ നാം കരുത്ത് നൽകി, നാം കരുത്ത് നൽകി. അസ്റഹും അവരുടെ ശരീരഘടനയ്ക്ക്. അസ്ർ ശരീരഘടന.
വശദദിന അസ്റഹും എന്ന് പറയുമ്പോൾ അവരുടെ ശരീരഘടനയ്ക്ക് നാം കരുത്ത് നൽകി. അപ്പോൾ നാമാണ് അവരെ സൃഷ്ടിച്ചത്, അവരുടെ ശരീരഘടനയ്ക്ക് നാമാണ് കരുത്ത് നൽകിയത്. വ ഇദാ ഷിഅ്ന നാം ഉദ്ദേശിക്കുമ്പോൾ, ഷിഅ്ന ഷാ അല്ലെ, ഷാ ഉദ്ദേശിച്ചു, ഷിഅ്ന നാം ഉദ്ദേശിക്കുമ്പോൾ, ബദ്ദൽന നാം ഇങ്ങനെ മാറ്റിമറിക്കുന്നു, അംസാലഹും അവരുടെ രൂപങ്ങളെ, തബ്ദീല ഒരു മാറ്റിമറിക്കൽ. ബദ്ദൽന എന്ന് പറഞ്ഞ അർത്ഥം നാം മാറ്റിമറിക്കുന്നു. അംസാൽ എന്ന് പറഞ്ഞാൽ അവരുടെ രൂപങ്ങളെ, തബ്ദീല എന്ന് പറഞ്ഞാൽ ഒരു മാറ്റിമറിക്കൽ. ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നാമാണ് അവരെ സൃഷ്ടിച്ചത് എന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം സൃഷ്ടിക്കുക മാത്രമല്ല, ശരീരത്തിന് ശക്തിയും ബലവും ആരോഗ്യവും നൽകിയത് നാമാണ്. ശരീരഘടന, അതിന് കരുത്ത് നൽകിയത് നാമാണ്. രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റാണ്, നാം ഉദ്ദേശിക്കുന്ന സമയത്ത് ആ ശരീരഘടനയ്ക്ക് അതിൻ്റെ ബലത്തിന് മാറ്റം വരുത്തുന്നു. അപ്പം നിങ്ങൾക്കതറിയാലോ, ചെറുപ്പ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആരോഗ്യം ഇപ്പോൾ നിങ്ങൾക്കോ എനിക്കോ ഇല്ല. നമ്മുടെ ഒരു 10, 20 അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മളൊന്ന് നോക്കിയാൽ കുറേ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരാ വരുത്തിയത്? നമ്മൾ പറയും പ്രകൃതിയുടെ മാറ്റങ്ങൾ എന്നൊക്കെ, പ്രകൃതി എന്ന് പറയും, അവിടെയും അള്ളാനെ ചേർക്കുന്നില്ല. അത് പ്രകൃതിപരമായി സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞൊപ്പിക്കും. ഈ ആയത്ത് ഇവിടെ ഇങ്ങനെ പറയാനുള്ള കാരണം മരണശേഷമുള്ള ജീവിതം ഒരു യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്താനായിട്ടാണ്. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങൾക്ക് ആരോഗ്യം നൽകിയതും നാമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു, ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പറയത്തക്ക ആരോഗ്യമില്ല, മരുന്നും ഗുളികയും ഒക്കെ ആയിട്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കുന്നില്ല. ശരീരത്തിൻ്റെ അവസ്ഥകളിൽ വലിയ മാറ്റം സംഭവിച്ചു. വ ഇദാ ശിഅ്ന ബദ്ദൽന അംസാലഹും തബ്ദീല. നാം ഉദ്ദേശിക്കുമ്പോൾ അവരുടെ രൂപങ്ങളെ മാറ്റിമറിക്കുന്നു എന്നല്ല പറഞ്ഞത്, ഒരു മാറ്റിമറിക്കൽ എന്ന വളരെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മാറ്റിമറിക്കുകയാണ്. ഒരു 30 വർഷം മുമ്പ് നമ്മളെ കണ്ട ആൾ ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ മനസ്സിലാവില്ല. പറഞ്ഞു കൊടുക്കണം ഞാനാണ് ആ വ്യക്തിയെന്ന്. അപ്പോഴാണ് നമുക്ക് ബദ്ദൽന അംസാലഹും തബ്ദീല അതിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. ഇതൊക്കെ അള്ളാഹ്ക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാൻ ഒരു പ്രയാസവും അള്ളാഹ്ക്കില്ല. ഇതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം കേട്ടോ. അപ്പോൾ മരണശേഷമുള്ള ജീവിതത്തിൻ്റെ ഒരു തെളിവാണ് ആ പറഞ്ഞത്. ഇനി ഇവിടെ ലാസ്റ്റ് പറഞ്ഞല്ലോ, വ ഇദാ ശിഅ്ന ബദ്ദൽന അംസാലഹും തബ്ദീല എന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്, അള്ളാഹ് ഉദ്ദേശിക്കുന്ന സമയത്ത് അവരെ മൊത്തത്തിൽ നശിപ്പിച്ച് അവരുടെ സന്തതി പരമ്പരകളിൽ മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരാൻ അള്ളാഹ്ക്കൊരു പ്രയാസവുമില്ല എന്നുമാകാം. അങ്ങനെയും തഫ്സീറിൽ കാണുന്നുണ്ട്. എങ്ങനെ? ഈ സത്യനിഷേധികളായ മനുഷ്യരെ ഉന്മൂലനം ചെയ്തിട്ട് അവരുടെ വംശപരമ്പരയിൽ സത്യവിശ്വാസികളായ നല്ല മനുഷ്യരെ കൊണ്ടുവരാനും അള്ളാഹ്ക്കൊരു പ്രയാസവുമില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെയും വ്യാഖ്യാനമുണ്ട്. സത്യനിഷേധികളായ ബഹുദൈവാരാധകരായ
ഈ സമൂഹത്തെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്ത് അവരുടെ വർഗത്തിൽ നിന്നു തന്നെ കർമ്മങ്ങളിൽ വ്യത്യസ്തരായ മറ്റൊരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും. ഇതൊരു വ്യാഖ്യാനമാണ്. ഇനി മറ്റൊരു വ്യാഖ്യാനം ഇങ്ങനെയുണ്ട്: നമുക്ക് വേണമെങ്കിൽ അവരുടെ രൂപത്തെ മാറ്റപ്പെടുത്താൻ കഴിയും. അതായത് ഒരുവനെ ആരോഗ്യവാനും നല്ല കായബലം ഉള്ളവനും ആക്കി സൃഷ്ടിക്കാൻ കഴിയുന്നത് പോലെ തന്നെ അവനെ മരവിപ്പ് ബാധിച്ചവനോ തളർവാദം പിടിച്ചവനോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്തിനോ അത്യാഹിതത്തിനോ വിധേയനോ വികലാംഗനോ ആക്കാനും കഴിവുണ്ട്. രണ്ടാമത്തെ വ്യാഖ്യാനം. മൂന്നാമത്തെ വ്യാഖ്യാനം എന്താണ്? നാം ഉദ്ദേശിച്ചാൽ അവരെ മരണത്തിന് ശേഷം മറ്റൊരു രൂപത്തിൽ അവരെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. വളരെ പ്രധാനപ്പെട്ട 3 വ്യാഖ്യാനങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. എല്ലാം ശരിയല്ലേ? എല്ലാത്തിലും ശരിയുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ വാർത്തയാണ്. നമ്മുടെയൊക്കെ പ്രായമുള്ള ചെറുപ്പക്കാരൻ, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, അങ്ങനെ അനുഭവങ്ങളുണ്ടാവും. സ്ട്രോക്ക് വന്നിട്ട് നല്ല ആരോഗ്യവാനായ ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ സ്ട്രോക്ക് വന്നപ്പോൾ സംസാരിക്കാനും നടക്കാനൊന്നും തളർന്നുപോയി, കിടപ്പിലായി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ആരോഗ്യവാൻ, പെട്ടെന്ന് തന്നെ കോലത്തിൽ മാറ്റം വന്നു, രൂപത്തിൽ മാറ്റം വന്നു. ഇങ്ങനെയൊക്കെ നടക്കും, ഇങ്ങനെയൊക്കെ സാധിക്കും, ഇതൊക്കെ അള്ളാഹ്ക്ക് കഴിയും. അതുകൊണ്ട് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക, അള്ളാഹ്ക്ക് വഴിപ്പെടുക. അള്ളാഹുവിൻ്റേതാണ് ആധിപത്യം. അള്ളാഹ് വിചാരിച്ചാൽ വളരെ പെട്ടെന്നെല്ലാം കഴിയും. എത്ര ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇതുപോലെ ആരോഗ്യം നഷ്ടപ്പെട്ട്, നിമിഷ നേരം കൊണ്ടാണ് ആരോഗ്യം നഷ്ടപ്പെട്ടത്, വളരെ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ പറയും കണ്ണേറാണ്, മറ്റതാണ്, അങ്ങനെയാണ്, ഇങ്ങനെ അസൂയയാണ്, അങ്ങനെയൊക്കെ പറയും. നമ്മുടെ ഒരു കുഴപ്പം അതാണ്. എന്തെങ്കിലുമൊക്കെ അള്ളാഹു പരീക്ഷിക്കുമ്പോൾ ഉടനെ പറയും അത് അവിടെ കൂടോത്രാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയും, അല്ലെങ്കിൽ അത് കണ്ണേറ് കിട്ടിയതാണെന്നൊക്കെ പറയും. പക്ഷെ അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞതാ, അള്ളാഹ് ഉദ്ദേശിക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും പിടികൂടാൻ കഴിയും. അത് രോഗം കൊണ്ടാകട്ടെ, അപകടം കൊണ്ടാകട്ടെ, ആപത്ത് കൊണ്ടാകട്ടെ, എങ്ങനെ സാധിക്കും? അത് ആരുടെയും കണ്ണേറ് കൊണ്ടോ ആരുടെയും അസൂയ കൊണ്ടോ അങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നതല്ല. പടച്ചവൻ്റെ പരീക്ഷണമാണ്. അള്ളാഹുവിൽ അഭയം തേടുക, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക, അള്ളാഹ്ക്ക് താണ് വണങ്ങി പശ്ചാത്തപിച്ച് അള്ളാഹുവിൻ്റെ എളിയ ദാസന്മാരും ദാസിമാരുമായിട്ട് ജീവിക്കുക. ഓക്കെ, ഇനി ഈ സൂറത്ത് അവസാനിക്കാൻ പോവല്ലേ, അല്ലേ? 31 ആയത്തിലേ ആകെ ഉള്ളൂ. ലാസ്റ്റ് അതെ, നമുക്ക് നോക്കാം, എടുത്തു തീർക്കല്ലേ. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ. ഇപ്പം ഞാനീ പറഞ്ഞ ഈ ആയത്തിൽ വന്നത് ഇന്ന ഹാദിഹി, തീർച്ചയായും ഈ പറഞ്ഞ കാര്യം തദ്കിറ, ഒരു ഉത്ബോധനമാണ്. ഈ സൂറത്തിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ അതൊക്കെ തദ്കിറ, ഒരു ഉത്ബോധനമാണ്, ഒരു താക്കീതാണ്. തദ്കിറയ്ക്ക് പല അർത്ഥമുണ്ട്. ഉത്ബോധനം ഇവിടുത്തെ അർത്ഥം. ഇതൊരു ഉത്ബോധനമാണ്. ഈ പറഞ്ഞതൊക്കെ ഒരു താക്കീത്, അങ്ങനെയും പറയാം. ഫമൻ ശാഅ, അതുകൊണ്ട് ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, ഇത്തഖദ, അവൻ സ്വീകരിക്കട്ടെ, ഇല റബ്ബിഹി, തൻ്റെ റബ്ബിലേക്ക്, സബീല, ഒരു മാർഗം. സബീല എന്ന് പറഞ്ഞാൽ മാർഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൻ്റെ റബ്ബിലേക്കുള്ള മാർഗം സ്വീകരിക്കട്ടെ, അതായത് റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങട്ടെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അള്ളാഹു വളരെ പെട്ടെന്ന് നിങ്ങളുടെ കോലം മാറ്റിയേക്കാം. സത്യനിഷേധികളോടാണ് പറയുന്നത്. പക്ഷേ സത്യവിശ്വാസികളായ നമുക്കിത് ബാധകമാണ്. എത്രയും പെട്ടെന്ന് അള്ളാഹുവിലേക്കുള്ള വഴി സ്വീകരിക്കുക. ഇത്തഖദ ഇലാ റബ്ബിഹി സബീല, ഇത്തഖദ, സ്വീകരിക്കട്ടെ, ഇലാ റബ്ബിഹി, തൻ്റെ റബ്ബിലേക്കുള്ള സബീല, വഴി എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹ്ക്ക് വഴിപ്പെട്ട് അവർ ജീവിച്ചു കൊള്ളട്ടെ എത്രയും പെട്ടെന്ന്. സമയം കളയാനില്ല. ഫമൻ ഷാ, ഉദ്ദേശിക്കുന്നവർ മതി, എല്ലാവരും വേണ്ട. ഫമൻ ഷാ, ഉദ്ദേശിക്കുന്നവർ.
വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. നേരത്തെ വന്ന ഒരു ആയത്താണത്. വമാ തശാഊന, നിങ്ങൾ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. വമാ തശാഊന, നിങ്ങൾ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇല്ലാ അൻ യശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ. വമാ തശാഊന, നിങ്ങൾക്ക് ഉദ്ദേശിക്കാനാവില്ല, അങ്ങനെയും പറയാം. നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെയും പറയാം. ഇല്ലാ അൻ യശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, കാന അലീമൻ ഹകീമ, അവൻ യുക്തിമാനാണ്, അലീമ, എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്കൊന്നും തന്നെ ഉദ്ദേശിക്കാനാവില്ല. ഇത് ഖുർആനിൽ പലയിടത്ത് വന്ന ഒരു പ്രയോഗമാണ്. മാ തശാഊന ഇല്ലാ അൻ യശാ, അങ്ങനെ തക്ബീറിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്: ഒരുവന് സന്മാർഗം ലഭിക്കണമെങ്കിൽ അവൻ മാത്രം തീരുമാനിച്ചാൽ പോരാ. മറിച്ച് അവന് സന്മാർഗബോധം ഉൾക്കൊള്ളാൻ അല്ലാഹു ഒരു ഉദവി നൽകണം. അപ്പോഴേ ആ സന്മാർഗബോധം ഉണ്ടാവുകയുള്ളൂ. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരാൾ സന്മാർഗത്തിലേക്ക് വരണമെങ്കിൽ അയാൾ മാത്രം അള്ളാഹുവിൻ്റെ ഒരു ഉദവി, ഹിദായത്ത് അള്ളാഹു തന്നെ അവന് കൊടുക്കണം. ആ ഒരു വെളിച്ചത്തിലേക്ക് ഒരു 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 മാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കണം. അള്ളാഹു അങ്ങനെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ സന്മാർഗം പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കണം. ഇപ്പം രണ്ടും പരസ്പര പൂരകമാണ്. എങ്ങനെ? ഇപ്പോൾ കരയുന്ന കുട്ടിക്കാണ് പാലുള്ളൂ, സാധാരണ അങ്ങനെ പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ, ഞാൻ സന്മാർഗം പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുക, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. എനിക്ക് സത്യമാർഗം ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവോട് ദുആ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു എനിക്ക് നേരായ മാർഗം കാണിച്ചു തരുന്നു. അപ്പം ഞാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അള്ളാഹുവിൻ്റെ ഒരു ഉദവി കൂടി അവിടെ വേണം. അള്ളാഹുവിൻ്റെ ഉദവി ഉണ്ടാകണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കണം. ഇപ്പം രണ്ടും എന്തായി അവിടെ? പരസ്പരം പൂരകങ്ങളായി. ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് സന്മാർഗം വേണ്ട. അങ്ങനെയാണെങ്കിൽ അള്ളാഹ് ഒട്ടും ആഗ്രഹിക്കില്ല. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അതിനെ നമുക്ക് എല്ലാത്തിലേക്കും ചേർക്കാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി പഠിക്കുന്നില്ല, ആ വിദ്യാർത്ഥി കഷ്ടപ്പെട്ട് പഠിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് പടച്ചവൻ്റെ ഒരു ഉദവി, ഒരു സഹായം ആ കുട്ടിക്ക് ലഭിക്കുക. എനിക്ക് ഒരു ഡോക്ടറാകണം, ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു, സങ്കല്പിക്കുക. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ആ വിഷയത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിക്കുമ്പോൾ, പണിയെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഉദവി കൂടി അവിടെ എനിക്ക് ലഭിക്കുന്നു. അപ്പം ഞാൻ ആഗ്രഹിക്കുമ്പോഴാണ്, ഞാൻ ഉദ്ദേശിക്കുമ്പോഴാണ്, ഞാൻ കഷ്ടപ്പെടുമ്പോഴാണ്, ഞാൻ വളരെ വ്യക്തമായ പ്ലാനും പദ്ധതിയും തയ്യാറാക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഒരു ഉദവി എനിക്കുണ്ടാവുക. ഞാൻ അലസനും മടിയനും ഉറക്കം തൂങ്ങിയും ആകുമ്പോൾ അള്ളാഹു ഇടപെടുന്നില്ല. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്, സന്മാർഗത്തിൽ മാത്രമല്ല. അതിനെ നമ്മൾ ചുരുക്കി പറയാറുണ്ട്, താൻ പാതി ദൈവം പാതി എന്ന് പലപ്പോഴായി പറയാറുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് പടച്ചവൻ്റെ ഒരു ഉദവി. ആ ഉദവി ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ എപ്പോഴും അള്ളാഹുവിൻ്റെ ഉദവിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ ഹിദായത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ശരി, അവസാനത്തെ ലാസ്റ്റ് ആയത്ത് പഠിക്കാം.
യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി വല്ലാലിമീന അഅദ്ദ ലഹും അദാബൻ അലീമാ. യുദ്ഖിലു അവൻ പ്രവേശിപ്പിക്കുന്നു, യുദ്ഖിലു അവൻ പ്രവേശിപ്പിക്കുന്നു. ആരെയാണ്? മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരെ, ഫി റഹ്മതിഹി അവൻ്റെ കാരുണ്യത്തിൽ. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ കാരുണ്യത്തിൽ, അവൻ്റെ അനുഗ്രഹത്തിൽ. അങ്ങനെയും അർത്ഥം പറയാം, അനുഗ്രഹം. യുദ്ഖിലു മൻ യശാഉ ഫി റഹ്മതിഹി അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ അനുഗ്രഹത്തിൽ അല്ലെങ്കിൽ കാരുണ്യത്തിൽ അവൻ പ്രവേശിപ്പിക്കുന്നു. വല്ലാലിമീന അക്രമികൾക്ക് വേണ്ടി അഅദ്ദ അവൻ തയ്യാറാക്കി വച്ചിരിക്കുന്നു. ലഹും അവർക്ക് വേണ്ടി അദാബൻ അലീമ വേദനയേറിയ ശിക്ഷ. വേദനയേറിയ ശിക്ഷ. അദാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷ, അലീമ എന്ന് പറഞ്ഞാൽ വേദനയേറിയ. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ അവൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളാകാം. ചില ആളുകൾക്ക് അള്ളാഹു ധാരാളം സമ്പത്ത് കൊടുക്കുന്നു, അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു, അതും റഹ്മത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ധാരാളം സമ്പത്ത്, അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നു, അങ്ങനെ അർത്ഥം കൊടുക്കാം. അതൊക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടവും തീരുമാനമാണ്. രണ്ടാമതായിട്ട് സന്മാർഗം ലഭിക്കലാണ് ഒരു വലിയ അനുഗ്രഹം. ഏറ്റവും വലിയ അനുഗ്രഹം സന്മാർഗം ലഭിക്കലാണ്. അപ്പോൾ സന്മാർഗം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പഠിച്ചത് ഓർമ്മ വേണം. കഴിഞ്ഞ ആയത്തിൽ പഠിച്ചത് സന്മാർഗം പ്രാപിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോഴാണ് അള്ളാഹു എനിക്ക് സന്മാർഗം നൽകുകയുള്ളൂ എന്ന കാര്യമാണ്. അപ്പോൾ ആരൊക്കെ സന്മാർഗം ആ ഹിദായത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കൊക്കെ അള്ളാഹു സന്മാർഗം നൽകുന്നു, ആ ഉദവി പ്രദാനം ചെയ്യുന്നു എന്നും അർത്ഥമാകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഇൻസാൻ എന്ന അധ്യായം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 31 ആയത്ത് എനിക്ക് സാധിക്കുന്ന പോലെയൊക്കെ അതിൻ്റെ ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പോരായ്മകളൊക്കെ ഉണ്ടാകാം. അത് നിങ്ങളുടെ കഴിവും പ്രാപ്തിയും പോലെ വികസിപ്പിക്കുക എന്ന് എനിക്ക് പറയാൻ കഴിയും. എല്ലാവർക്കും ക്ലാസ്സെല്ലാം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? എന്തെങ്കിലും എവിടെയെങ്കിലും സംശയങ്ങളുണ്ടോ? സൂറത്തുൽ ഇൻസാൻ പഠിച്ചിട്ട് ഒരു ചെറിയ അനുഭവമൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും 2 മിനിറ്റ് കൊണ്ട് പറയാൻ കഴിയും? പഠിച്ചതിൻ്റെ ഒരു അനുഭവം, അത് എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചോ എന്നൊക്കെയുള്ള, അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത സൂറത്ത് ഏതായിരിക്കും? അതെ, മുർസലാത്താണ്. നമുക്ക് അടുത്ത സൂറ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം, അല്ലേ? നമുക്കങ്ങനെ ഒരു സൂറത്ത് നാസ് വരെ എത്തണം, നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നത്. നമ്മളങ്ങനെയാണ് ആദ്യം പ്രഖ്യാപിച്ചത്. നാസ് വരെ എത്തിയിട്ട് പിന്നീട് നമുക്ക് അടുത്ത ഭാഗം പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഈ പഠിച്ചതൊക്കെ അള്ളാഹു ഒരു ജാരിയായ സദഖയായിട്ട്, അല്ലേ, സ്വീകരിക്കുമാറാകട്ടെ. എപ്പോഴും പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും അള്ളാഹുവിൻ്റെ ഗ്രന്ഥമൊക്കെ നല്ലപോലെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെയുള്ള തൗഫീഖും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ നവ്വിർ ഖുലൂബനാ ബിൽ ഖുർആൻ, അല്ലാഹുമ്മ ഇർഹംനാ ബിൽ ഖുർആൻ, അല്ലാഹുമ്മ ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وأطراف النهار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Waalaikumsalam warahmatullahi wabarakatuh.